അങ്ങനെ നേരത്തെ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ ഒരാൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. നൂറയാണ് പുറത്തായത്. ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയ ശേഷം പറഞ്ഞു ടോപ്പ് 5 ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ടോപ്പ് 6 ആണുള്ളത്. അതിൽ നിന്ന് ഒരാൾ ഇപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെ പേരെഴുതിയ ഒരു പെഡസ്റ്റൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് പസിലുകളാക്കാനാണ് അവരവരുടെ പിക്ചർ. അപ്പോൾ ഒരാളുടെ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പണിപ്പുരയിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ട് പണിപ്പുരയിൽ നിന്ന് നിങ്ങളുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് പസിലാക്കി ചിത്രം പൂർത്തീകരിക്കുമെന്നായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് അക്ബറാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ നെവിൻ, അനീഷ്, അതിനുശേഷം ഷാനവാസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നൂറ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെത് ഫുൾ പസിലില്ല, എൻ്റെത് കംപ്ലീറ്റ് അല്ല, ഞാനും തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൂറയുടെ ചിത്രം കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനുശേഷം നൂറ പ്രധാന വാതിൽ വഴി പുറത്തേക്ക് പോയിട്ടുണ്ട്. നൂറ നല്ല ഹാപ്പിയാണ്. അനുമോളായിട്ട് കെട്ടിപ്പിടിച്ച് എല്ലാത്തിനും സോറിയൊക്കെ പറഞ്ഞ് നമുക്ക് നാളെ കാണാം, കപ്പുമായിട്ട് വാന്ന് പറഞ്ഞ് എല്ലാവരെയും വിഷൊക്കെ ചെയ്തിട്ടാണ് നൂറ പോയത്. അപ്പോൾ ടോപ്പ് 5 ആണ് ഇപ്പോൾ ഉള്ളത്. ടോപ്പ് 6ൽ നിന്ന് നൂറ പുറത്തായിട്ടുണ്ട്.